10/3/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് മനുഷ്യനിൽ നിന്നും ദേവത ആകുന്നതിൻ്റെ പഠനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എല്ലാവർക്കും ശാന്തിധാമത്തിൻ്റെയും സുഖധാമത്തിൻ്റെയും വഴി പറഞ്ഞു കൊടുക്കണം. ചോദ്യം: ആരാണോ സതോപ്രധാന പുരുഷാർത്ഥി, അവരുടെ അടയാളങ്ങൾ എന്തായിരിക്കും? ഉത്തരം: അവർ മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കും. അവർ വളരെ പേരുടെ മംഗളം ചെയ്തുകൊണ്ടിരിക്കും. ജ്ഞാനധനത്താൽ സഞ്ചി നിറച്ച് ദാനം ചെയ്യും. 21 ജന്മത്തേക്ക് വേണ്ടി സമ്പത്ത് നേടും, മറ്റുള്ളവർക്കും നേടിക്കൊടുക്കും. ഗീതം. ഓം നമഃ ശിവായ. ഓം ശാന്തി. ഭക്തർ ആരുടെ മഹിമ ചെയ്യുന്നുവോ നിങ്ങൾ ആ ഒന്നിൻ്റെ മുന്നിലിരിക്കുകയാണ്. അപ്പോൾ എത്ര സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. ആ ഒന്നിനെക്കുറിച്ച് ശിവായ നമ എന്ന് പറയുന്നു. നിങ്ങൾക്കാകട്ടെ നമ എന്ന് പറയേണ്ടതില്ല. പിതാവിനെ കുട്ടികൾ ഓർമ്മിക്കുന്നു. നമ എന്നൊരിക്കലും പറയുന്നില്ല. ഇതും പിതാവാണ്. ഈ ഒന്നിൽ നിന്നും നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കുന്നു. നിങ്ങൾ നമ എന്ന് പറയുന്നില്ല, ഓർമ്മിക്കുന്നു. ജീവാത്മാവ് ഓർമ്മിക്കുന്നു. ബാബ ഈ ശരീരത്തിൻ്റെ ലോൺ എടുത്തിരിക്കുകയാണ്. ആ ഒന്ന് നമുക്ക് വഴി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് എങ്ങനെയാണ് നേടുന്നത്? നിങ്ങളും നല്ല രീതിയിൽ അറിയുന്നുണ്ട്. സത്യയുഗമാണ് സുഖധാമം. എവിടെയാണോ ആത്മാക്കൾ വസിക്കുന്നത് അതിനെ ശാന്തിധാമം എന്ന് പറയുന്നു. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ ശാന്തിധാമത്തിലെ നിവാസികളാണ്. ഈ കലിയുഗത്തെ പറയുന്നത് തന്നെ ദുഃഖധാമം എന്നാണ്. നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ ആത്മാക്കൾ ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി മനുഷ്യനിൽ നിന്നും ദേവത ആകുന്നതിനായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലക്ഷ്മി നാരായണൻ ദേവതമാരാണല്ലോ. മനുഷ്യനിൽ നിന്നും ദേവതയാകണം പുതിയ ലോകത്തിലേക്ക് വേണ്ടി. ബാബയിലൂടെ നിങ്ങൾ പഠിക്കുന്നു. എത്രത്തോളം പഠിക്കുമോ പഠനത്തിൽ ചിലരുടെ പുരുഷാർത്ഥം തീവ്രമാകുന്നു, ചിലരുടേത് അയഞ്ഞു പോകുന്നു. സതോപ്രധാന പുരുഷാർത്ഥി ആരാണോ അവർ മറ്റുള്ളവരെയും തനിക്ക് സമാനം ആക്കുന്നതിൻ്റെ പുരുഷാർത്ഥം നമ്പർ അനുസരിച്ച് ചെയ്യിക്കുന്നു. വളരെ പേരുടെ മംഗളം ചെയ്യുന്നു. എത്രത്തോളം ധനം കൊണ്ട് സഞ്ചി നിറച്ച് ദാനം ചെയ്യുമോ അത്രയും നേട്ടമുണ്ടാകും. മനുഷ്യൻ ദാനം ചെയ്യുന്നു, അതിനുള്ളത് അടുത്ത ജന്മത്തിൽ അല്പകാലത്തേക്ക് ലഭിക്കുന്നു. അതിൽ അല്പം സുഖവും ബാക്കി ദുഃഖം തന്നെ ദുഃഖവുമാണ്. നിങ്ങൾക്കാണെങ്കിൽ 21 ജന്മങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ സുഖം ലഭിക്കുന്നു. സ്വർഗത്തിൻ്റെ സുഖമെവിടെ? ഈ ദുഃഖമെവിടെ? പരിധിയില്ലാത്ത ബാബയിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പരിധിയില്ലാത്ത സുഖം ലഭിക്കുന്നു. ഈശ്വരാർത്ഥം ദാനപുണ്യം ചെയ്യുന്നുവല്ലോ, അത് ഇൻഡയറക്റ്റ് ആണ്. ഇപ്പോൾ നിങ്ങളാണെങ്കിൽ മുന്നിൽ ഉണ്ടായിരിക്കുന്നുവല്ലോ. ഇപ്പോൾ ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഭക്തിമാർഗത്തിൽ ഈശ്വരാർത്ഥം ദാനപുണ്യം ചെയ്യുന്നു, അപ്പോൾ അടുത്ത ജന്മത്തിൽ ലഭിക്കുന്നു. ആരെങ്കിലും നല്ല കർമ്മം ചെയ്യുന്നുവെങ്കിൽ നല്ലത് ലഭിക്കുന്നു. മോശമായതോ പാപമോ മറ്റോ ചെയ്യുന്നുവെങ്കിൽ അവർക്ക് അങ്ങനെയുള്ളത് ലഭിക്കുന്നു. ഇവിടെ കലിയുഗത്തിലാണെങ്കിൽ പാപം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പുണ്യം ഉണ്ടാകുന്നതേയില്ല. ഒടുവിൽ അല്പകാലത്തേക്ക് സുഖം ലഭിക്കും. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ ഭാവിയിലെ സത്യയുഗത്തിൽ 21 ജന്മങ്ങൾക്ക് വേണ്ടി സദാ സുഖിയാകുന്നു. അതിൻ്റെ പേര് തന്നെ സുഖധാമം എന്നാണ്. എക്സിബിഷനിലും നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും. ശാന്തിധാമത്തേക്കും സുഖധാമത്തിലേക്കുമുള്ള മാർഗമാണ് ഇത്. ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകുന്നതിനുള്ള സഹജ മാർഗമാണ്. ഇപ്പോഴാണെങ്കിൽ കലിയുഗമാണല്ലോ. കലിയുഗത്തിൽ നിന്നും
സത്യയുഗത്തിലേക്കും പതീത ലോകത്തിൽ നിന്നും പാവന ലോകത്തിലേക്കും പോകാനുള്ള സഹജമായ വഴി, കവടിയുടെ ചിലവ് പോലുമില്ലാതെ. അപ്പോൾ മനുഷ്യർ മനസ്സിലാക്കട്ടെ, കാരണം കല്ല് ബുദ്ധിയാണല്ലോ. ബാബ തീർത്തും സഹജമാക്കി മനസ്സിലാക്കിച്ചു തരുന്നു. ഇതിൻ്റെ പേര് തന്നെ സഹജ രാജയോഗം, സഹജ ജ്ഞാനം എന്നാണ്. ബാബ കുട്ടികളായ നിങ്ങളെ എത്ര സെൻസിബിൾ ആക്കുന്നു. ഈ ലക്ഷ്മി നാരായണൻ സെൻസിബിൾ ആണല്ലോ. ശ്രീകൃഷ്ണനെ കുറിച്ച് എന്തെല്ലാം എഴുതിയിരിക്കുന്നു, അത് അസത്യമായ കളങ്കമാണ്. ശ്രീകൃഷ്ണൻ പറയുന്നു, അമ്മേ ഞാൻ വെണ്ണ കഴിച്ചില്ല. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുന്നില്ല. ഞാൻ വെണ്ണ കഴിച്ചില്ലെങ്കിൽ ബാക്കി കഴിച്ചതാരാണ്? കുട്ടികളെ പാലാണ് കുടിപ്പിക്കാറുള്ളത്. കുട്ടികൾ വെണ്ണ കഴിക്കുമോ പാൽ കുടിക്കുമോ? കുടം ഉടച്ചു തുടങ്ങി ഈ എന്തെല്ലാം കാണിക്കുന്നുവോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് സ്വർഗത്തിലെ ഫസ്റ്റ് പ്രിൻസ് ആണ്. മഹിമ ഒരു ശിവ് ബാബയുടേത് തന്നെയാണ്. ലോകത്തിൽ മറ്റാർക്കും മഹിമയില്ല. ഈ സമയത്ത് എല്ലാവരും പതീതമാണ്. എന്നാൽ ഭക്തിമാർഗത്തിൻ്റെ മഹിമയുണ്ട്. ഭക്തമാലയും പാടപ്പെടുന്നുവല്ലോ. ഫീമെയിൽസിൽ മീരയുടെ പേരുണ്ട്. മെയിൽസിൽ നാരദൻ മുഖ്യമായി പാടപ്പെടുന്നു. നിങ്ങൾക്കറിയാം, ഒന്നാണ് ഭക്തമാല, രണ്ടാമത്തേതാണ് ജ്ഞാനത്തിൻ്റെ മാല. ഭക്തമാലയിൽ നിന്നും രുദ്രമാലയിലേതായി, പിന്നെ രുദ്രമാലയിൽ നിന്നും വിഷ്ണുവിൻ്റെ മാലയിലേതാകുന്നു. രുദ്രമാലയാണ് സംഗമയുഗത്തിൻ്റേത്. ഈ രഹസ്യം കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ബാബ മുന്നിലിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. മുന്നിൽ എപ്പോഴാണോ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടാകേണ്ടതാണ്. അഹോ സൗഭാഗ്യം! 100% ദൗർഭാഗ്യശാലിയിൽ നിന്നും നമ്മൾ സൗഭാഗ്യശാലി ആകുന്നു. കുമാരിമാരാണെങ്കിൽ കാമകഠാരയ്ക്ക് കീഴിൽ പോയിട്ടില്ല. ബാബ പറയുന്നു, അത് കാമകഠാരയാണ്. ജ്ഞാനത്തെയും കഠാര എന്ന് പറയുന്നു. ബാബ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനത്തിൻ്റെ അസ്ത്രശസ്ത്രങ്ങൾ. അവർ പിന്നെ ദേവിമാർക്ക് സ്ഥൂല അസ്ത്രശസ്ത്രങ്ങൾ നൽകിയിരിക്കുന്നു. അതാണെങ്കിൽ ഹിംസാത്മകമായ വസ്തുക്കളാണ്. മനുഷ്യർക്കറിയില്ല സ്വദർശന ചക്രം എന്താണെന്ന്. ശാസ്ത്രങ്ങളിൽ ശ്രീകൃഷ്ണനും സ്വദർശന ചക്രം നൽകി ഹിംസ തന്നെ ഹിംസ കാണിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ജ്ഞാനത്തിൻ്റെ കാര്യമാണ്. നിങ്ങളിപ്പോൾ സ്വദർശന ചക്രധാരി ആയിരിക്കുകയാണ്. അവർ പിന്നെ ഹിംസയുടെ കാര്യം കാണിച്ചിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ അതായത് ചക്രത്തിൻ്റെ ജ്ഞാനം ലഭിച്ചു. നിങ്ങളെ ബാബ ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണ കുലഭൂഷണർ സ്വദർശന ചക്രധാരി എന്ന് പറയുന്നു. ഇതിൻ്റെ അർത്ഥവും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളിൽ മുഴുവൻ 84 ജന്മങ്ങളുടെയും സൃഷ്ടിചക്രത്തിൻ്റെയും ജ്ഞാനമുണ്ട്. ആദ്യം സത്യയുഗത്തിൽ ഒരു സൂര്യവംശി ധർമ്മമായിരുന്നു, പിന്നെ ചന്ദ്രവംശി. രണ്ടും ചേർത്ത് സ്വർഗം എന്ന് പറയുന്നു. ഈ കാര്യങ്ങൾ നിങ്ങളിലും നമ്പർ അനുസരിച്ചാണ് എല്ലാവരുടെയും ബുദ്ധിയിലുള്ളത്. ഏതുപോലെ ബാബ നിങ്ങളെ പഠിപ്പിച്ചുവോ, നിങ്ങൾ പഠിച്ച് സമർത്ഥരായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പിന്നെ മറ്റുള്ളവരുടെ മംഗളം ചെയ്യേണ്ടതുണ്ട്. സ്വദർശന ചക്രധാരിയാകണം. എപ്പോൾ വരെയും ബ്രഹ്മമുഖവംശാവലി ആയില്ലയോ, അപ്പോൾ ശിവ് ബാബയിൽ നിന്നും സമ്പത്ത് എങ്ങനെ എടുക്കും? ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണർ ആയിരിക്കുകയാണ്. സമ്പത്ത് ശിവ് ബാബയിൽ നിന്നും എടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് മറക്കുവാൻ പാടില്ല. പോയിന്റ്സ് നോട്ട് ചെയ്യണം. ഈ ഏണിപ്പടി 84 ജന്മങ്ങളുടേതാണ്. ഏണിപ്പടി ഇറങ്ങുന്നതാണെങ്കിൽ സഹജമായി നടക്കുന്നു. എപ്പോഴാണോ ഏണിപ്പടി കയറുന്നത് അപ്പോൾ അരയിൽ കൈവച്ച് എങ്ങനെയാണ് കയറുന്നത്? എന്നാൽ ലിഫ്റ്റുമുണ്ട്. ഇപ്പോൾ ബാബ വരുന്നത് തന്നെ നിങ്ങൾക്ക് ലിഫ്റ്റ് നൽകുവാനാണ്. സെക്കൻഡിൽ കയറുന്ന കലയുണ്ടാകുന്നു. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് സന്തോഷമുണ്ടാകേണ്ടതാണ്. നമ്മുടെ കയറുന്ന കലയാണ്.
മോസ്റ്റ് ബിലവഡായ ബാബയെ ലഭിച്ചിരിക്കുന്നു. ആ ഒന്നിനെ പോലെ പ്രിയങ്കരമായ വസ്തു മറ്റൊന്നില്ല. സാധു സന്യാസിമാർ തുടങ്ങി ആരെല്ലാമുണ്ടോ എല്ലാവരും ആ ഒരു പ്രിയതമനെ ഓർമ്മിക്കുന്നു. എല്ലാവരും ആ ഒന്നിൻ്റെ പ്രിയതമകളാണ്. എന്നാൽ ആ ഒന്ന് ആരാണ്? ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. കേവലം സർവവ്യാപി എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, ശിവ് ബാബ നമ്മളെ ഇദ്ദേഹത്തിലൂടെ പഠിപ്പിക്കുന്നു. ശിവ് ബാബയ്ക്ക് തൻ്റേതായ ശരീരമില്ല. ആ ഒന്ന് പരമാത്മാവാണ്. പരം ആത്മാ എന്നാൽ പരമാത്മാവ്. ആ ഒന്നിൻ്റെ നാമം ശിവൻ എന്നാകുന്നു. ബാക്കി എല്ലാ ആത്മാക്കളുടെയും ശരീരത്തിന് വേറെ വേറെ നാമങ്ങളുണ്ട്. ഒരേ ഒരു പരമാത്മാവാണ്. ആ ഒന്നിൻ്റെ നാമം ശിവൻ എന്നാണ്. പിന്നെ മനുഷ്യർ അനേകം നാമങ്ങൾ വച്ചിരിക്കുന്നു. ഭിന്ന ഭിന്ന ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കുന്നു. ബോംബെയിൽ ബാബുരിനാഥിൻ്റെ ക്ഷേത്രമുണ്ട്. ഈ സമയത്ത് നിങ്ങളെ മുള്ളുകളിൽ നിന്നും പുഷ്പമാക്കുന്നു, വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. അപ്പോൾ ആദ്യത്തെ മുഖ്യമായ കാര്യം ഇതാണ്: നമ്മൾ ആത്മാക്കളുടെ പിതാവ് ഒന്നാണ്. ആ ഒന്നിൽ നിന്നും ഭാരതവാസികൾക്ക് സമ്പത്ത് ലഭിക്കുന്നു. ഈ ലക്ഷ്മി നാരായണൻ ഭാരതത്തിൻ്റെ അധികാരിയായിരുന്നല്ലോ, ചൈനയുടേതായിരുന്നില്ലല്ലോ. ചൈനയുടേതായിരുന്നെങ്കിൽ മുഖമേ മറ്റൊന്നായിരുന്നേന്. ഇവർ ഭാരതത്തിൻ്റേത് തന്നെയാണ്. ആദ്യം വെളുപ്പും പിന്നെ കറുപ്പുമാകുന്നു. ആത്മാവിൽ തന്നെയാണ് മാലിന്യം ചേരുന്നത്, കറുപ്പായി മാറുന്നു. ഉദാഹരണം മുഴുവൻ ഇവരെക്കുറിച്ചുള്ളതാണ്. ഭ്രമരം കീടത്തെ ചേഞ്ച് ചെയ്ത് തനിക്ക് സമാനമാക്കുന്നു. സന്യാസിമാർ എന്ത് ചേഞ്ചാണ് ചെയ്യുന്നത്? വെള്ള വസ്ത്രം ധരിക്കുന്നവരെ കാവ്യ വസ്ത്രം ധരിപ്പിച്ച് തല മുണ്ഡനം ചെയ്തു. നിങ്ങളാണെങ്കിൽ ഈ ജ്ഞാനം എടുക്കുന്നു. ഇങ്ങനെ ലക്ഷ്മി നാരായണനെ പോലെ ശോഭനീയമായി മാറും. ഇപ്പോഴാണെങ്കിൽ പ്രകൃതിയും തമോ പ്രധാനമാണ്. അപ്പോൾ ഈ ഭൂമിയും തമോ പ്രധാനമാണ്, നഷ്ടം വരുത്തുന്ന ഒന്നാണ്. ആകാശത്ത് കൊടുങ്കാറ്റ് വീശുന്നു, എത്ര നഷ്ടമുണ്ടാക്കുന്നു, ഉപദ്രവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ലോകത്തിൽ പരമ ദുഃഖമാണ്, അവിടെ പിന്നെ പരമസുഖം ആയിരിക്കും. ബാബ പരമ ദുഃഖത്തിൽ നിന്നും പരമസുഖത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിൻ്റെ വിനാശമുണ്ടാകുന്നു. പിന്നെ എല്ലാം സദോ പ്രധാനമായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പുരുഷാർത്ഥം ചെയ്ത് എത്രത്തോളം ബാബയിൽ നിന്നും സമ്പത്ത് നേടണമോ അത്രയും നേടൂ. ഇല്ലെങ്കിൽ അവസാനം പശ്ചാത്തപിക്കേണ്ടി വരും. ബാബ വന്നു, പക്ഷേ നമ്മൾ ഒന്നും നേടിയില്ല. വൈക്കോൽ കൂനയ്ക്ക് തീ പിടിക്കുന്നു, അപ്പോൾ കുംഭകർണൻ നിദ്രയിൽ നിന്നും ഉണരുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. പിന്നെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് മരിച്ചു പോകുന്നു. നിലവിളികൾക്ക് ശേഷം പിന്നെ ജയ ജയ ഘോഷമുണ്ടാകും. കലിയുഗത്തിൽ നിലവിളികളാണല്ലോ, അന്യോന്യം കൊന്നുകൊണ്ടിരിക്കുന്നു. വളരെ അനേകം പേർ മരിക്കും. കലിയുഗത്തിനു ശേഷം വീണ്ടും സത്യയുഗം തീർച്ചയായും ഉണ്ടാകും. ഇടയിലുള്ള ഇതാണ് സംഗമം. ഇതിനെ പുരുഷോത്തമ യുഗം എന്ന് പറയുന്നു. ബാബ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനം ആകുന്നതിനുള്ള നല്ല യുക്തി പറഞ്ഞു തരുന്നു. കേവലം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ശിരസും മറ്റും നമിക്കേണ്ടതില്ല. ബാബയോട് ആരെങ്കിലും കൈ കൂപ്പുകയാണെങ്കിൽ ബാബ പറയുന്നു, നിങ്ങൾ ആത്മാവിനും കൈയില്ല, ബാബയ്ക്കുമില്ല. പിന്നെ ആരെയാണ് കൈ കൂപ്പുന്നത്? കലിയുഗി ഭക്തിമാർഗത്തിലെ ഒരു അടയാളം പോലും ഉണ്ടായിരിക്കാൻ പാടില്ലാത്തതാണ്. ഹേ ആത്മാവേ, നിങ്ങൾ കൈ എന്തിനു കൂപ്പുന്നു? കേവലം പിതാവായ എന്നെ ഓർമ്മിക്കൂ. ഓർമ്മയുടെ അർത്ഥം കൈ കൂപ്പുക എന്നല്ല. മനുഷ്യരാണെങ്കിൽ സൂര്യനെയും കൈകൂപ്പുന്നു, ഏതെങ്കിലും മഹാത്മാവിനെയും കൈകൂപ്പും. നിങ്ങൾക്ക് കൈ കൂപ്പേണ്ടതില്ല. ഇത് എൻ്റെ ലോണായി എടുക്കപ്പെട്ട ശരീരമാണ്. എന്നാൽ ആരെങ്കിലും കൈ കൂപ്പുകയാണെങ്കിൽ റിട്ടേണായി കൂപ്പേണ്ടി വരുന്നു. നിങ്ങൾ ഇത് മനസ്സിലാക്കണം.
നമ്മൾ ആത്മാക്കളാണ്. നമുക്ക് ഈ ബന്ധനത്തിൽ നിന്നും മുക്തമായി ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ഇതിനോട് വെറുപ്പ് വരുന്നത് പോലെയാണ് ഈ പഴയ ശരീരം ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഇതുപോലെ സർപ്പത്തിൻ്റെ ഉദാഹരണമുണ്ട്. ഭ്രമരത്തിന് പോലും എത്ര ബുദ്ധിയുണ്ട്. അത് കീടത്തെ ഭ്രമരം ആക്കി മാറ്റുന്നു. കുട്ടികളായ നിങ്ങളും ആരാണോ വിഷയസാഗരത്തിൽ മുങ്ങി താന്നുകൊണ്ടിരിക്കുന്നത് അവരെ അതിൽ നിന്നും പുറത്തെടുത്ത് ക്ഷീരസാഗരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ശാന്തിധാമത്തിലേക്ക് പോരൂ. മനുഷ്യർ ശാന്തിക്ക് വേണ്ടി എത്ര തലയിട്ടടിക്കുന്നു. സന്യാസിമാർക്ക് സ്വർഗത്തിൻ്റെ ജീവൻ മുക്തി ലഭിക്കുന്നില്ല, പിന്നെ മുക്തി ലഭിക്കുന്നു. ദുഃഖത്തിൽ നിന്നും മുക്തമായി ശാന്തിധാമത്തിൽ ഇരിക്കുന്നു. എന്നിരുന്നാലും ആത്മാവ് ആദ്യം ജീവൻ മുക്തിയിലേക്ക് വരുന്നു, പിന്നീട് വീണ്ടും ജീവൻ ബന്ധനത്തിൽ വരുന്നു. ആത്മാവ് സദോ പ്രധാനമാണ്, പിന്നെ ഏണിപ്പടി ഇറങ്ങുന്നു. ആദ്യം സുഖഭോഗം, പിന്നെ ഇറങ്ങി തമോ പ്രധാനം ആയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും എല്ലാവരെയും തിരികെ കൊണ്ടുപോകുന്നതിനു വേണ്ടി ബാബ വന്നിരിക്കുന്നു. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പാവനമായി മാറും. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഏത് സമയത്ത് മനുഷ്യർ ശരീരം ഉപേക്ഷിക്കുന്നു അപ്പോൾ ആ സമയത്ത് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. കാരണം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുന്നു. ഇതുപോലെ കാശി കൽവേട്ടിൽ ചാടുന്നു. കാരണം ശിവനിൽ ബലി അർപ്പിക്കുന്നതിലൂടെ മുക്തി ലഭിക്കും എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ബലി അർപ്പിക്കുന്നുവല്ലോ, അപ്പോൾ ഭക്തി മാർഗത്തിലും പിന്നെ ആ കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ശിവനിൽ പോയി ബലി അർപ്പിക്കുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, തിരികെ ആർക്കും പോകാൻ സാധിക്കുന്നില്ല. പിന്നെ ഇത്രയും ബലിയർപ്പണമാകുന്നു, അതിലൂടെ പാപം ഇല്ലാതാകുന്നു. പിന്നെ കണക്കുകൾ പുതിയതായി ആരംഭിക്കുന്നു. നിങ്ങൾ ഈ സൃഷ്ടിചക്രത്തെ അറിയുന്നു. ഈ സമയത്ത് എല്ലാവരുടെയും ഇറങ്ങുന്ന കലയാണ്. ബാബ പറയുന്നു, ഞാൻ വന്ന് സർവരുടെയും സദ്ഗതി ചെയ്യുന്നു, എല്ലാവരെയും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പതിതരെയാണെങ്കിൽ കൂടെ കൊണ്ടുപോവുകയില്ല. അതിനാൽ ഇപ്പോൾ പവിത്രമാകൂ, അപ്പോൾ നിങ്ങളുടെ ജ്യോതി തെളിയും. വിവാഹ സമയത്ത് സ്ത്രീയുടെ ശിരസിൽ കുടത്തിൽ ജ്യോതി തെളിയിക്കുന്നു. ഈ സമ്പ്രദായവും ഇവിടെ ഭാരതത്തിൽ തന്നെയാണുള്ളത്. സ്ത്രീയുടെ ശിരസിൽ കലത്തിൽ ജ്യോതി തെളിയിക്കുന്നു. പതിയുടെ മേൽ തെളിയിക്കുകയില്ല. കാരണം പതിയെക്കുറിച്ച് ഈശ്വരൻ എന്നാണ് പറയുന്നത്. ഈശ്വരനെ പിന്നെ ജ്യോതി എങ്ങനെ തെളിയിക്കും? അപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, എൻ്റെ ജ്യോതി തെളിഞ്ഞതാണ്, ഞാൻ നിങ്ങളുടെ ജ്യോതി തെളിയിക്കുന്നു. ബാബയെ ദീപനാളം എന്നും പറയുന്നു. ബ്രഹ്മസമാജികൾ പിന്നെ ജ്യോതിയെ അംഗീകരിക്കുന്നു. സദാ ജ്യോതി തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെ തന്നെ ഓർമ്മിക്കുന്നു. അതിനെ തന്നെ ഭഗവാനായി മനസ്സിലാക്കുന്നു. പിന്നെ മറ്റുള്ളവർ വിചാരിക്കുന്നു, ചെറിയ ജ്യോതി അഥവാ ആത്മാവ് വലിയ ജ്യോതി അഥവാ പരമാത്മാവിൽ ലയിക്കുമെന്ന്. അനേകം മതങ്ങളുണ്ട്. ബാബ പറയുന്നു, നിങ്ങളുടെ ധർമ്മമാണെങ്കിൽ അളവറ്റ സുഖം നൽകുന്ന ഒന്നാണ്. നിങ്ങൾ സ്വർഗത്തിൽ വളരെയധികം സുഖം അനുഭവിക്കുന്നു. പുതിയ ലോകത്തിൽ നിങ്ങൾ ദേവതയാകുന്നു. നിങ്ങളുടെ പഠനം തന്നെ ഭാവിയിലെ പുതിയ ലോകത്തിലേക്ക് വേണ്ടിയാണ്. ഇപ്പോൾ മറ്റെല്ലാ പഠനങ്ങളും ഇവിടത്തേക്ക് വേണ്ടിയാണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് പഠിച്ച് ഭാവിയിൽ പദവി നേടേണ്ടതുണ്ട്. ഗീതയിലും തീർച്ചയായും രാജയോഗം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവസാനം യുദ്ധം നടന്നു, ഒന്നും അവശേഷിച്ചില്ല. പാണ്ഡവരുടെ കൂടെ പട്ടിയെ കാണിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ ഗോഡ്സ് ആക്കുന്നു. ഇവിടെയാണെങ്കിൽ അനേകം പ്രകാരത്തിലുള്ള ദുഃഖം നൽകുന്ന മനുഷ്യരുണ്ട്. കാമകഠാര പ്രയോഗിച്ച് എത്ര ദുഃഖിതരാക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ഈ സന്തോഷമുണ്ടായിരിക്കണം. പരിധിയില്ലാത്ത ബാബ
ജ്ഞാനത്തിൻ്റെ സാഗരം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മോസ്റ്റ് ബിലവഡായ പ്രിയതമനാണ്. നമ്മൾ പ്രിയതമമാർ ആ ഒന്നിനെ പകുതി കൽപ്പം ഓർമ്മിക്കുന്നു. നിങ്ങൾ ഓർമ്മിച്ചു വന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നു, നിങ്ങൾ എൻ്റെ മതമനുസരിച്ച് നടക്കൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ. രണ്ടാമതാരുമില്ല. എൻ്റെ ഓർമ്മയില്ലാതെ നിങ്ങളുടെ പാപം ഭസ്മമാവുകയില്ല. ഓരോ കാര്യത്തിലും സർജനിൽ നിന്നും അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കൂ. ബാബ നിർദ്ദേശം നൽകും. ഇങ്ങനെയെല്ലാം ഉത്തരവാദിത്വം നിറവേറ്റൂ. അഥവാ നിർദ്ദേശമനുസരിച്ച് നടക്കുകയാണെങ്കിൽ ഓരോ ചുവടിലും പദമങ്ങൾ ലഭിക്കും. നിർദ്ദേശം സ്വീകരിച്ചുവെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഒഴിഞ്ഞു. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിൻ്റെ സമ്പത്ത് നേടുന്നതിനായി ഡയറക്റ്റ് ഈശ്വരാർത്ഥം ദാനപുണ്യം ചെയ്യണം. ജ്ഞാനധനം കൊണ്ട് സഞ്ചി നിറച്ച് സർവർക്കും നൽകണം. ഈ പുരുഷോത്തമ യുഗത്തിൽ സ്വയം തന്നെ സർവബന്ധനങ്ങളിൽ നിന്നും മുക്തമാക്കി ജീവൻ മുക്തമാകണം. ഭ്രമരത്തെ പോലെ ഊതി ഊതി തനിക്ക് സമാനം ആക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. വരദാനം: സർവപ്രാപ്തികളുടെയും അനുഭവത്തിലൂടെ പവർഫുൾ ആകുന്ന സദാ സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. ആരാണോ സർവപ്രാപ്തികളുടെയും അനുഭവി മൂർത്തി, അവർ തന്നെയാണ് പവർഫുൾ. ഇങ്ങനെ പവർഫുള്ളും സർവപ്രാപ്തികളുടെയും അനുഭവിയായ ആത്മാക്കൾക്ക് തന്നെയാണ് സഫലതാമൂർത്തിയാകാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ സർവ ആത്മാക്കളും അന്വേഷിക്കും, സുഖത്തിൻ്റെയും ശാന്തിയുടെയും മാസ്റ്റർ ദാതാവ് എവിടെയാണ്? എപ്പോഴാണോ താങ്കളുടെ അടുക്കൽ സർവശക്തികളുടെയും സ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നത്, അപ്പോഴാണ് സർവരെയും സന്തുഷ്ടമാക്കാൻ സാധിക്കുന്നത്. ഏതുപോലെ വിദേശത്ത് ഒരേ ഒരു സ്റ്റോറിൽ നിന്ന് തന്നെ എല്ലാ വസ്തുക്കളും ലഭിക്കുന്നു, ഇതേപോലെ താങ്കൾക്കും ആകേണ്ടതുണ്ട്. സഹനശക്തിയുണ്ട്, നേരിടാനുള്ള ശക്തിയില്ല എന്നാകരുത്. സർവശക്തികളുടെയും സ്റ്റോക്ക് വേണം. അപ്പോൾ സഫലതാമൂർത്തിയാകുവാൻ സാധിക്കും. സ്ലോഗൻ: മര്യാദകൾ തന്നെയാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ചുവട്. ചുവടിന്മേൽ ചുവട് വയ്ക്കുക എന്നാൽ ലക്ഷ്യത്തിന് സമീപം എത്തിച്ചേരുക എന്നാണ്. അവ്യക്ത സൂചന: സത്യതയുടെയും സഭ്യതയുടെയും കൾച്ചർ സ്വായത്തമാക്കൂ. ഇക്കാലത്ത് ചിലർ ഒരു വിശേഷ ഭാഷ യൂസ് ചെയ്യുന്നു. എന്നെക്കൊണ്ട് അസത്യം കാണാൻ കഴിയില്ല, അസത്യം കേൾക്കുവാൻ കഴിയില്ല. അതിനാൽ അസത്യത്തെ കാണുമ്പോൾ, അസത്യം കേൾക്കുമ്പോൾ ഉള്ളിൽ ആവേശം വന്നു പോകുന്നു. എന്നാൽ അഥവാ അത് അസത്യമായിരിക്കുകയും താങ്കൾക്ക് അസത്യം കണ്ട് ആവേശം വരികയുമാണെങ്കിൽ ആ ആവേശവും അസത്യമാണല്ലോ. അസത്യത്തെ സമാപ്തമാക്കുന്നതിനായി സ്വയം തന്നിൽ സത്യതയുടെ ശക്തി ധാരണ ചെയ്യൂ. ഓം ശാന്തി. ഓം ശാന്തി. സാകാര സ്മൃതികൾക്ക് ഉപരിയായി ഞാൻ എൻ്റെ വാസ്തവിക സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു.
ഭൃഗുടി മധ്യത്തിൽ തിളങ്ങുന്ന നിരാകാരി ആത്മസ്വരൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എൻ്റെ ഈ അനാദി വാസ്തവിക സ്വരൂപത്തിൽ ശാന്തിയുടെ ശക്തി നിറഞ്ഞിരിക്കുന്നു. ഈ സ്ഥിതിയിൽ ഞാൻ ശക്തി സമ്പന്നമാണ്. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഇപ്പോൾ ഞാൻ സ്മൃതിയുടെ ശക്തിയാൽ ശബ്ദത്തിൻ്റെ ലോകത്ത് നിന്നും മാറി നിരാകാരി ദേശ നിവാസിയാകുന്നു. ഈ നിരാകാരി ദേശത്തിൽ നിരാകാരനായ ജ്ഞാന സൂര്യനായ ശിവബാബയുടെ തേജസ്വി സ്വരൂപത്തിനു മുന്നിൽ സ്ഥിതി ചെയ്യുന്നു. മഹാജ്യോതിയായ ജ്ഞാന സൂര്യനിൽ നിന്നും ശക്തികളുടെ കിരണങ്ങൾ എന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കിരണങ്ങൾ എന്നിൽ ഉൾക്കൊള്ളപ്പെടുമ്പോൾ ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ സർവ ഗുണങ്ങളും ശക്തികളും സ്വതവേ എമർജ് രൂപത്തിൽ ആകുന്നു. ഈ ശക്തിശാലി നിരാകാരി സ്ഥിതിയിൽ ഞാൻ നിർഭയമാണ്, നിർവികൽപ്പമാണ്. ലൈറ്റ് ഹൗസ്, പവർ ഹൗസ് സ്വരൂപമാണ്. ഈ അവസ്ഥയിൽ എൻ്റെ മനസ്സും ബുദ്ധിയും സ്വച്ഛവും സ്പഷ്ടവുമാണ്. മായയുടെ സൂക്ഷ്മ റോയൽ വിഘ്നങ്ങളെ പോലും തിരിച്ചറിഞ്ഞ് അവയെ സമാപ്തമാക്കാനുള്ള ശക്തി എനിക്കുണ്ട്. ജ്ഞാന സൂര്യൻ്റെ പ്രകാശ കിരണങ്ങൾ എൻ്റെ ചിത്തത്തെ പ്രകാശമാനമാക്കുന്നു. ജ്ഞാനം മാസ്റ്റർ ജ്ഞാന സൂര്യനായി മാറുന്നു. ഈ സമ്പന്ന സ്ഥിതി പ്രാപ്തമാക്കി ശബ്ദത്തിൻ്റെ ലോകത്തിൽ സാകാര ദേഹത്തിൽ സ്മൃതി സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു.